പഞ്ച് ബ്രേക്കിൽ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഫിഷ് കട്ട്ലേറ്റ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അപ്പം നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പോൾ ഫിഷ് കട്ട്ലേറ്റിന് നമുക്ക് നെമ്മീൻ ഉപയോഗിക്കാം. ഞാനിവിടെ നിന്ന് വെള്ളച്ചൂരയാണ് ഉപയോഗിച്ചേക്കുന്നത്. അപ്പോൾ അതൊരു 1/2 കിലോയും ഒരു ഇച്ചിരി കൂടെ ഉണ്ട് കേട്ടോ. അപ്പോൾ ഒരു 4 പൊട്ടറ്റോ എടുത്തിട്ടുണ്ട്. വലിയതാണെങ്കിൽ 3 എണ്ണം മതിയേ. അത് മീന് നല്ല കഷ്ണങ്ങളാക്കി മുള്ളൊക്കെ മാറ്റി പൊട്ടറ്റോയും കൂടെ ചേർത്ത് പ്രഷർ കുക്കറിൽ വെച്ച് ഒരു വിസിൽ വന്നതിന് ശേഷം 10 മിനിറ്റ് തീ കുറച്ച് വെച്ച് ആവി പോയപ്പോൾ എടുത്തതാണ്. അപ്പം നമുക്ക് ഈ പൊട്ടറ്റോയെ നമ്മൾ സ്മാഷ് ചെയ്യണം. പ്രത്യേകിച്ച് ഫിഷിനെ നമ്മൾ പൊടിച്ചെടുക്കണം. ഓക്കെ, ഇനി അതിനൊരു 6 സവോള ഞാൻ എടുത്തിട്ടുണ്ട്. ഒരു നല്ല കഷ്ണം ഇഞ്ചി, ഒരു 10-20 വെളുത്തുള്ളി, 10-25 കഷ്ണം വെളുത്തുള്ളി, ഒരു 7 പച്ചമുളക്, ഒരു പിടി കരിയാപ്പല. ഇനി നമുക്ക് പൊടിയായിട്ട് വേണ്ടിയത് മഞ്ഞൾ പൊടി, കുരുമുളക് പൊടി, ഇറച്ചിക്കൂട്ട്. ഓക്കെ, നമുക്ക് തുടങ്ങാം. അപ്പം നമ്മൾ ചീനിച്ചട്ടി വെച്ച് ഒരു 5 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. വെളിച്ചെണ്ണയല്ല, വേറെ നമ്മൾ മിക്സ് ചെയ്യാനായിട്ട് വേറെ എണ്ണ ചേർക്കുന്നത് നല്ലത്. വറക്കാൻ വേണ്ടി നമുക്ക് വെളിച്ചെണ്ണ എടുക്കാം. ഓക്കെ, ഇനി അതിലേക്ക് നമ്മൾ സവോള, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, കരിയാപ്പല ഇതെല്ലാം കൂടെ ഒരുമിച്ച് അരിഞ്ഞു വെച്ചേക്കുന്നതാണ്. അതിനെ നമുക്ക് വഴറ്റാനിടാം. അപ്പം ഇത് നന്നായിട്ടൊന്ന് വഴലട്ടെ. ഉള്ളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. നല്ല ചുമന്ന കളറായിട്ടുണ്ട്. നമ്മൾ 1 ടീസ്പൂൺ ഉപ്പ് ഇതിൻ്റെ അകത്ത് ഇട്ടിട്ടുള്ളൂ. കാരണം എന്ന് വെച്ചാൽ ഫിഷും പൊട്ടറ്റോയും പുഴുങ്ങിയപ്പോഴും നമ്മൾ ഉപ്പ് ചേർത്തിട്ടുണ്ട്. അതുകൊണ്ട് ഇനി മഞ്ഞൾ പൊടികളിടേണ്ടത് 1 ടീസ്പൂണേ. കുരുമുളക് നമ്മളൊരു 7 പച്ചമുളക് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് ഒരു 3/4 ടീസ്പൂണേ ഞാൻ ഇടുന്നുള്ളേ. ഇറച്ചിക്കൂട്ട് നല്ല 1 ടീസ്പൂണ് ഇട്ടിട്ടുണ്ട്, നല്ല മണം വരാനായിട്ട്. ഇനി ഇതിൻ്റെ പച്ചമണം ഒന്ന് പോട്ടെ. പച്ചമണം പോയി കഴിയുമ്പോഴത്തേന് നമ്മളതിലേക്ക് മീൻ പൊടിച്ച് വെച്ചേക്കുന്നത് നോക്കിക്കേ. മീൻ പൊടിച്ച് വെച്ചേക്കുന്നത് മിക്സിയിലിട്ട് പൊടിച്ചെടുത്താണ്. പൊട്ടറ്റോ നല്ലതായിട്ട് സ്മാഷ് ചെയ്താണ്. സ്മാഷ് ചെയ്ത പൊട്ടറ്റോ ആദ്യം നമ്മൾ മീൻ ചേർക്കും, അതിനുശേഷം പൊട്ടറ്റോ ചേർക്കും. എന്നിട്ട് നല്ല പച്ചമണം മാറുന്നിടം വരെ ഒന്ന് ഇളക്കും. എന്നിട്ട് അടച്ചു വെച്ച് 5 മിനിറ്റ് തീ കുറച്ചിടും. അപ്പം ഉള്ളിയെല്ലാം വഴുന്നതിന് ശേഷം നമ്മൾ പൊടികളിട്ടത് കണ്ടു. അതിനുശേഷം നമ്മൾ ആ പൊടിച്ചു വെച്ച ഫിഷ് ചേർത്തു. അതിനുശേഷം പൊട്ടറ്റോയും ചേർത്ത് ഒരു 5 മിനിറ്റ് നേരം അടച്ചു വെച്ച് പിന്നെ ഒന്നുകൂടെ ഇളക്കിയെടുത്താണ്. ഇപ്പം എല്ലാം നല്ല മിശ്രിതമായേ. ഇനി ഇതിനെ നമുക്ക് കൈ കൊണ്ടും കൂടെ ഒന്ന് മിക്സ് ചെയ്തേക്കാം. എവിടെയെങ്കിലും യോജിക്കാതെ ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ പൊട്ടറ്റോയുടെ കഷ്ണം ഉണ്ടെങ്കിലോ ഒന്ന് ഉടച്ചെടുക്കാൻ വേണ്ടിയാണ്. ഇനി അതിനെ നമുക്ക് ഓരോ ഉണ്ടകളായിട്ട് കണ്ടോ ഈ ഷേപ്പിലെ ഇങ്ങനെ നമുക്ക് ഇതിനെയെല്ലാം ഷേപ്പ് ചെയ്യാം. അതിനുശേഷം നമുക്ക് ഫിഷ് ആയതുകൊണ്ട് നമുക്കിതിനെ റൗണ്ട് ഷേപ്പ് മതിയേ. റൗണ്ട് ഷേപ്പ് അത് മുട്ടക്കകത്ത് മുക്കി ബ്രെഡ് കപ്സി മുക്കി കണ്ട ഷേപ്പ് വേണ്ട. അരിവെല്ലാം ഒന്ന് നല്ലപോലെ മുക്കിക്കോണേ. എന്നിട്ട് വറക്കാൻ എടുക്കുമ്പോൾ നമുക്ക് ഒന്നുകൂടെ പ്രസ് ചെയ്ത് കൊടുത്തേക്കണേ, പൊടിഞ്ഞു പോകാതിരിക്കാൻ. ഇങ്ങനെ നമുക്കിതിനെല്ലാം ഷേപ്പ് ചെയ്യാം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ട്. നമുക്ക് കട്ട്ലേറ്റ് അതിലേക്ക് ഇടാം.